മടങ്ങി വരുമ്പോൾ ന്യൂസ് 8നെ സംബന്ധിച്ചേറെ അഭിമാനം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. +2-ന് മുഴുവൻ മാർക്കും നേടിയിട്ടും തുടർ പഠനം പ്രതിസന്ധിയിലായ ഫർസാന എന്ന കൊച്ചു മിടുക്കിയുടെ വാർത്ത ഇന്നലെയാണ് ന്യൂസ് 18 നൽകിയത്. ഫർഹാനയ്ക്ക് പ്രതീക്ഷ ജനിച്ചിരിക്കുകയാണ്. ഫർഹാനയുടെ പഠനം പാലാ ബ്രില്യൻ്റ് അക്കാഡമി ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഇന്നലെ വിനോദ് ഈ വാർത്ത പ്രേക്ഷകരിലെത്തിക്കുമ്പോൾ തന്നെ അവരുടെ പ്രതീക്ഷ പറഞ്ഞതാണ് ഒരു ഡോക്ടർ ആവുക എന്നൊരു ആഗ്രഹമാണ് തനിക്കുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊപ്പം യാത്ര ചെയ്യാൻ മികച്ച തുടർ പഠനം ആവശ്യമാണ്. അതിനുള്ള എല്ലാ സൗകര്യമാണ്, ഒരു പക്ഷേ നമ്മുടെ വാർത്തയാണ് അതിന് വഴിവെച്ചിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ഈ സന്തോഷ വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ വിനോദ്? സൈത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള ചില സന്തോഷങ്ങളുടെ പങ്കുകൂടി നമുക്ക് ലഭിക്കുന്നു എന്നത് വലിയ ആഹ്ലാദമുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഫർഹാനയുടെ ആ ഒരു ജീവിതാവസ്ഥ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. ആക്രി പറക്കിയാണ് ഫർഹാനയുടെ അച്ഛൻ വരുമാനം കണ്ടെത്തുന്നത്. വാടക വീട്ടിലാണ് അവർ കഴിയുന്നത്. ഒരു ഓടുമേഞ്ഞ വീടാണ്, അതുതന്നെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. അമ്മയ്ക്ക് വനം വകുപ്പിൽ ചെറിയൊരു താൽക്കാലിക ജോലി മാത്രമാണുള്ളത്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് 1200-ൽ 1200 മാർക്കും വാങ്ങി വളരെ തിളങ്ങുന്ന ഒരു വിജയം ഫർഹാന സ്വന്തമാക്കിയത്. വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടി. ഫർഹാന ഇന്നലെ പറയുമ്പോൾ തന്നെ പഠിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെയും പറഞ്ഞിരുന്നു. എങ്ങനെയാണ് പഠനം സ്വന്തമായി പഠിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു എന്ന തരത്തിൽ താൻ ചിന്തിച്ചുകൊണ്ട് ആ പഠനം നടത്തുന്നു. സമയം കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് ഈ പാഠ്യ വിഷയങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു. ആ നിലയ്ക്ക് പഠനത്തോട് വലിയ താല്പര്യം കാണിച്ച പെൺകുട്ടി പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരുന്നു. അവിടെയാണ് നമ്മുടെ വാർത്ത ഇപ്പോൾ ഫർഹാനയ്ക്ക് ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നത്. പാലാ ബ്രില്യൻ്റ് അക്കാഡമി അതിൻ്റെ അധികൃതർ ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഫർഹാനയ്ക്ക് എല്ലാ സഹായവും, പഠന ചെലവ് പൂർണ്ണമായും അതോടൊപ്പം തന്നെ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സൗജന്യമായും നൽകുമെന്ന് ഈ അക്കാഡമി അറിയിച്ചിരിക്കുകയാണ്. അക്കാഡമിയുടെ ഒരു മാനുഷിക മുഖം കൂടിയാണ് സജിത്ത് വ്യക്തമാക്കുന്നത്. ഇന്ന് 2 മണിയോടുകൂടി അക്കാഡമിയുടെ തിരുവനന്തപുരത്തെ പ്രതിനിധികൾ ഫർഹാനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ കുട്ടിയെ നേരിട്ട് കാണുന്നുണ്ട്. അവരുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നാണ് ഇപ്പോൾ ബ്രില്യൻ്റ് അക്കാഡമിയുടെ അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. സജിത്ത്, അത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. അപ്പം ഈ ഫർഹാനയ്ക്ക് പൂർണ്ണമായും മാർക്ക് നേടാൻ കഴിഞ്ഞു. 1200 മാർക്കിൽ 1200 നേടി എന്ന് പറയുന്നത് ഒരു അപൂർവ വിജയമാണ്. അങ്ങനെ ആ വിജയം നേടിയ ആ വിദ്യാർത്ഥിക്ക് അവരുടെ തുടർ പഠനത്തിലുള്ള എല്ലാ സൗകര്യവുമാണോ ഇവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്? അങ്ങനെ തന്നെയാണ്. എല്ലാ സൗജന്യമായി തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് അധികൃതർ പറഞ്ഞത്. അവർ നമ്മുടെ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് പാലാ ബ്രില്യൻ്റ് അക്കാഡമിക്ക് തിരുവനന്തപുരത്ത് അവരുടെ ശാഖയുണ്ട്. അവിടെ നിന്നുള്ള പ്രതിനിധികൾ ഇന്ന് ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി വീട്ടുകാരുമായി സംസാരിക്കും. ഏറ്റവും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ പാലായിലേക്ക് കുട്ടിയുടെ കുടുംബത്തോട് എത്തണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവർ പോകാനും സന്നദ്ധമാണ്. ഒരുപക്ഷെ നാളെ തന്നെ അക്കാഡമിയിലേക്ക് പോവുകയും അവിടെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ പലരും പതറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മനുഷ്യർ പതറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കൊച്ചുമിടുക്കി, ഒരു +2 വിദ്യാർത്ഥി, വളരെ പശ്ചാത്തല സൗകര്യങ്ങൾ നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ്. അവിടെയാണ് ഒരു നിശ്ചയദാർഢ്യം കൊണ്ട്, പഠനത്തോടുള്ള അത്രയും വലിയ താല്പര്യം കൊണ്ട് +1-ന് തന്നെ മുഴുവൻ മാർക്കും നേടിയിരുന്നു. ഫർഹാന പറയുന്നത് ടീച്ചർമാർ ദൈവത്തെ പോലെയാണ്, അധ്യാപകർ ദൈവത്തെ പോലെയാണ്. അവർ തനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നു. വീട്ടുകാർ അവർക്ക് കഴിയുന്ന മാതിരിയുള്ള പിന്തുണ തന്നു. അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ, അവർക്ക് ചിലവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തികം ചെലവിട്ട് തൻ്റെ പഠനം പരമാവധി സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും, കുളത്തുമ്മൽ സ്കൂളിലെ കുട്ടിയാണ്, അവിടെ എല്ലാ അധ്യാപകരും തന്നെ പിന്തുണച്ചു. +1-ന് തന്നെ മുഴുവൻ മാർക്ക് കിട്ടിയപ്പോൾ +2-നും ആ തരത്തിൽ മാർക്ക് കിട്ടും. അതുകൊണ്ട് കൃത്യമായി പഠനത്തിൽ ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും ലഭിച്ചു എന്ന് ഫർഹാന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരു വാക്കുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം
ഫർഹാനയിൽ നിന്നുണ്ടായത്. വളരെ പക്വമായ പെരുമാറ്റമുള്ള, വളരെ പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി. തുടർ പഠനത്തിന് ഡോക്ടറാകണമെന്നാണ് ഫർഹാനയുടെ ആഗ്രഹം. ആ തുടർ പഠനത്തിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഫർഹാനയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. നമ്മുടെ വാർത്തയിൽ പൊതുജനങ്ങളും വലിയ തോതിൽ ഇടപെടുന്നുണ്ട്. കുഞ്ഞിൻ്റെ വിലാസവും ഫോൺ നമ്പരും ഉൾപ്പെടെ പലരും ആവശ്യപ്പെട്ടു. ആ നിലയ്ക്ക് ഫർഹാനയ്ക്ക് പല കോണുകളിൽ നിന്ന് സഹായത്തിനുള്ള സാധ്യത, അതിൻ്റെ ഒരു ആദ്യപടി എന്ന നിലയിൽ പഠന സഹായം ഇപ്പോൾ സൗജന്യമായി തന്നെ ഉറപ്പായിരിക്കുന്നു. സൈത്ത് യെസ്, വിനോദ് സൂചിപ്പിക്കുന്നത് പോലെയാണ് ഫർഹാന എന്ന കൊച്ചുമിടുക്കി. ഇന്നലെ അവർ സംസാരിക്കുമ്പോൾ തന്നെ വളരെ ആർജവമുള്ള തൻ്റെ ഭാവി എന്താവണം എന്നത് സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒപ്പം സഹപാഠികളെയും മറ്റുള്ളവർക്കും അവരെ പഠിപ്പിച്ചുകൊണ്ട് സ്വയം പഠിക്കുക എന്നൊരു ശൈലിയാണ് ഞാൻ സ്വീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. 1200-ൽ പൂർണ്ണ മാർക്ക് നേടുന്നു എന്ന അപൂർവമായ ഒരു വിജയം ആ ഒരു കുടുംബത്തിലേക്ക് എത്തുമ്പോൾ അവർ തുടർ പഠനത്തിനും ന്യൂസ് 8-ന്റെ വാർത്ത വഴിവെച്ചു എന്നത് ഞങ്ങൾക്കും സന്തോഷം നൽകുന്നു. എന്തായാലും ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരുന്ന ബുള്ളറ്റിനുകളിൽ നമുക്ക് കടന്നു വരാം. ഇപ്പോൾ